ഹായ് ഹലോ വെൽക്കം ടു CVTV ലൈവ്. 2023 വിജയിച്ച മലയാള ചിത്രങ്ങളുടെ ചെറിയൊരു കണക്കെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു വിശകലനമാണ് ഇന്നത്തെ വീഡിയോ. 86 സിനിമ, രഞ്ജിത്ത് സിനിമയാണ് അവസാനം ഇറങ്ങിയ രഞ്ജിത്ത് സിനിമ വരെ 86 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. തിയേറ്ററിൽ റിലീസ് ചെയ്ത മലയാള സിനിമകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി ഒരു 3 സിനിമ കൂടി വരാനുണ്ട് ഈ വർഷം, ഈ ഡിസംബറിൽ. വിജയിച്ച ചിത്രങ്ങളുടെ കണക്കെടുക്കാം. പരാജയ ചിത്രങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെയൊക്കെ കണക്കെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര കളക്ട് ചെയ്തു, എത്ര ബഡ്ജറ്റ് ചിലവായി, എത്ര കളക്ട് ചെയ്തു എന്നുള്ളൊരു വിവരമാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. തെറി വിളിക്കാറുണ്ടെങ്കിൽ IMDbനെ ആദ്യം വിളിക്കുക, അതിനുശേഷം എന്നെ വിളിക്കുക. പരാജയ ചിത്രങ്ങളുടെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നുകൊണ്ടൊന്നും തീരില്ല. 15 മലയാള സിനിമകളാണ് ഈ പ്രാവശ്യം, ഈ കൊല്ലം 2023 സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. 2023 ഹിറ്റ് ചിത്രം രോമാഞ്ചമാണ്. രോമാഞ്ചത്തിന് ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്ത, നമ്മുടെ സൗബിൻ ഷാഹിറും കുറേ പുതുമുഖങ്ങളും ഒക്കെ അഭിനയിച്ച ഒരു ഫിലിമാണ്. സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ നേട്ടം ഉണ്ടാക്കിയ ഫിലിമിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്നറിയോ? ബഡ്ജറ്റ് 1.75 കോടി രൂപയ്ക്ക് ചെയ്ത ഫിലിമാണ്. അത് കളക്ട് ചെയ്തതോ കേരളത്തിൽ നിന്ന് 42.15 കോടി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തു. ഓവർസീസിൽ നിന്നാട്ടെ 23.30. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൂടെ 4.18 കോടിയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ പടത്തിൻ്റെ ഗ്രോസ് കളക്ഷൻ, വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കിട്ടിയത് 69.63. അതായത് 1.75 കോടിക്ക് എടുത്ത ഫിലിം കളക്ട് ചെയ്തത് 69.63. ഓക്കെ, അപ്പം അതെന്തായാലും നമുക്ക് ബ്ലോക്ക് ബസ്റ്ററായിട്ട് കണക്കാക്കാം രോമാഞ്ചം. ഇനി അടുത്തത് രണ്ടാമത്തെ ഫിലിം എന്ന് പറയുന്നത് 2018 ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഫിലിമാണ്. ടൊവിനോ തോമസ് ഒക്കെ തകർത്തഭിനയിച്ച ഫിലിം. അതിൻ്റെ ബഡ്ജറ്റ് 18 കോടിക്ക് ചെയ്ത ഫിലിമാണ് 2018. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് കുറേ റിച്ച്നെസ് ഫീൽ ചെയ്യും. കാരണം 2018 ഫിലിം കാണുന്ന ആരും പറയത്തില്ല 18 കോടി. അതിന് മേളിൽ നല്ല ഹൈ ബഡ്ജറ്റ് പോയ ഒരു ഫിലിമാണെന്ന് എല്ലാവർക്കും അങ്ങനെ തോന്നും. അതേ രീതിയിലാണ് അത് മേക്കിംഗ്. അത് ഡയറക്ടറുടെ കഴിവാണ്. പടത്തിൻ്റെ ബഡ്ജറ്റ് 18 കോടിയാണ്. അത് നേടിയതോ 89.40 കോടി. പിന്നെ അതിൻ്റെ തെലുങ്ക് വെർഷൻ അതർ സ്റ്റേറ്റ് എല്ലാം കൂടെ വെക്കുമ്പോഴത്തേക്കിനും ഹിന്ദി വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 2018 ഹിന്ദി വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. വേൾഡ് വൈഡ് കിട്ടിയിരിക്കുന്നത് 175. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. മൂന്നാമത്തത് മധുര മനോഹര മോഹമാണ്. ഫിലിമിൽ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് ജോലി ചെയ്ത സ്റ്റെഫി സേവിയർ ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ ഫിലിമാണ് മധുര മനോഹര മോഹം. ഷറഫുദ്ദീനും ആർഷ ബൈജുവും ഒക്കെ അഭിനയിച്ച ഫിലിമാണ്. അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഹിറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 4 കോടി രൂപയ്ക്ക് ചെയ്ത ഫിലിമാണ്. കേരളത്തിൽ നിന്ന് അത് കളക്ട് ചെയ്തത് 6.98 കോടിയാണ്. പിന്നെ വേൾഡ് വൈഡ് മൊത്തത്തിൽ അതർ സ്റ്റേറ്റ്സും മൊത്തത്തിൽ വേൾഡ് വൈഡ് കിട്ടിയത് 9.78 കോടി. മൊത്തം 4.78 കോടിക്ക് ചെയ്ത ഒരു ഫിലിം കളക്ട് ചെയ്തത് 9.78 കോടി. അപ്പോൾ നമുക്ക് ഹിറ്റായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ നാലാമത്തെ ഫിലിം RDX ആണ്. റോബർട്ട് ഡോണി സേവിയർ, നമ്മുടെ നഹാസ് ഹിദായത്ത് ഡയറക്റ്റ് ചെയ്ത് 3 പേരും നീരജ് മാധവും പെപ്പയും ഷൈനും എല്ലാം കൂടെ ഇടിച്ച് നേടിയ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. സോഫിയ പോൾ അതിനു വേണ്ടി മുടക്കിയിരിക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ 20 കോടിയാണ്. 20 കോടിക്ക് എടുത്ത ഫിലിമാണ് RDX. അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 52 കോടി. കേരളത്തിൽ നിന്ന് മാത്രം 52 കോടി കിട്ടി. മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് ഓവർസീസിൽ നിന്ന് 28.7 കോടി. പിന്നെ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നെല്ലാം കൂടെ 3.35 കോടി. ടോട്ടൽ ഫിലിമിൻ്റെ കളക്ഷൻ, ഗ്രോസ് കളക്ഷൻ 84.55 കോടി. അതായത് 20 കോടി മുടക്കി ചെയ്ത ഫിലിം നേടിയത് 84.55 കോടിയാണ്. അപ്പം അതിനെ നമുക്ക് ബ്ലോക്ക് ബസ്റ്റർ എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാൻ സാധിക്കില്ല. അഞ്ചാമത്തെ നമ്മുടെ വോയിസ് ഓഫ് സത്യനാഥൻ, ദിലീപിൻ്റെ അതിശക്തമായ ഒരു കഥാപാത്രമായിട്ട് ജോർജ് ജോർജും കൂടെ അഭിനയിച്ച ഫിലിം. ദിലീപിൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. റാഫിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഫിലിമിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 16 കോടിയാണ്. വോയിസ് ഓഫ് സത്യനാഥൻ്റെ ബഡ്ജറ്റ് 16 കോടി. അത് കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് 15.40 കോടിയും ഓവർസീസിൽ നിന്ന് കളക്ട് ചെയ്തത് 5.60 കോടിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടി 90 ലക്ഷം രൂപ. ടോട്ടൽ പടത്തിന് കെട്ടിയിരിക്കുന്നത് 16 കോടി മുടക്കി നിർമ്മിച്ച ഫിലിം നേടിയിരിക്കുന്നത് 21.90 കോടിയാണ്. ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നു. അടുത്തത് നമ്മുടെ കണ്ണൂർ സ്ക്വാഡാണ്. റോബി വർഗീസ് രാജ് ഡയറക്റ്റ് ചെയ്ത, പുള്ളിക്കാരൻ്റെ അനിയൻ റോണി ഡേവിഡ് തിരക്കഥ എഴുതിയ ഫിലിം. മമ്മൂക്കയാണ് തകർത്തഭിനയം ചെയ്യുന്നത്. ആസീസ് നെടുമങ്ങാട് എല്ലാവരും സപ്പോർട്ടിന് കൂടെ ഉണ്ടായിരുന്നു. ഫിലിമിന് മുടക്കിയ തുക, മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഫിലിം നിർമ്മിച്ചത്. 32 കോടിയാണ് ഏകദേശ കണക്ക്. അത് കറക്റ്റായിട്ട് അവർ പുറത്തു വിട്ടില്ല. 32 കോടിയാണ് പടത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് ചിലവായ തുക. അത് കേരളത്തിൽ നിന്ന് 41.80 കളക്ട് ചെയ്തു. ഓവർസീസിൽ നിന്നാണ് 34. ശ്രദ്ധിക്കണം, 41.80 കളക്ട് ചെയ്ത കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത ഫിലിം ഓവർസീസിൽ നിന്ന് കളക്ട് ചെയ്തത് 34.35 കോടി. അപ്പം നമുക്കവിടെ ഫാൻസ് ബേസിനെ പറ്റി, നമുക്ക് ആ ഫിലിമിൻ്റെ ഒരു സ്വീകാര്യതയെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായി കാണും. അതർ സ്റ്റേറ്റ്സ്
5.85 കോടി. ടോട്ടൽ ഫിലിമിനെ കളക്ട് ചെയ്തിരിക്കുന്നത് എത്രയെന്നറിയോ? 82 കോടി. അതായത് 32 കോടിക്ക് മമ്മൂട്ടി കമ്പനി മുടക്കിയ ഫിലിം, ഏകദേശ കണക്കാണ് 32 കോടി, അതിന് നേടിയത് 82 കോടിയാണ്. ബ്ലോക്ക് ബസ്റ്റർ ഫിലിം, ഒന്നും പറയാനില്ല. ഗരുഡൻ, ഡയറക്ടർ അരുൺ വർമ്മ, സുരേഷ് ഗോപി അറിയാമല്ലോ. പാപ്പിന് ശേഷം അദ്ദേഹത്തിന് നല്ല ഒരു ഹിറ്റ് സമ്മാനിച്ച ഒരു ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. ഗരുഡൻ നിർമ്മിക്കാൻ ചിലവായ തുക 12 കോടിയാണ്. അവിശ്വസിക്കില്ല ആരും. 12 കോടി മുടക്കി ഗരുഡൻ നിർമ്മിച്ചു. കേരളത്തിൽ നിന്ന് പടം കളക്ട് ചെയ്തത് 16 കോടിയാണ്. പിന്നെ ഓവർസീസിൽ നിന്ന് 9 കോടി, 9.5 കോടി. പിന്നെ അതർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 1.25 കോടി. ടോട്ടൽ ഫിലിമിന് നേടിയത് 26.95 കോടി ബോക്സ് ഓഫീസിൽ. അതായത് 12 കോടിക്ക് നിർമ്മിച്ച ഫിലിം ബോക്സ് ഓഫീസിൽ നേടിയത് 26.95 കോടിയാണ്. ബോക്സ് ഓഫീസിൽ ഹിറ്റ് എന്നല്ലാതെ ഒന്നും പറയാൻ സാധിക്കില്ല. അടുത്ത് നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ ജനപ്രിയ നായകൻ എന്ന വരുന്ന ഒരു പുതുതലമുറയുടെ ജനപ്രിയ നായകൻ എന്ന് വേണമെങ്കിൽ ബേസിലിനെ വിളിക്കാം. ഫാലിമി അഭിനയിച്ച ഫിലിമെല്ലാം അദ്ദേഹത്തിൻ്റെ ഒന്നെങ്കിൽ ജനശ്രദ്ധ ആകർഷിക്കും, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് വിജയം നേടും. ഈ രണ്ട് വെർഡിക്റ്റാണ് ബേസിൽ ജോസഫിനെ പറ്റി പറയാനുള്ളത്. ഫാലിമിയുടെ ബഡ്ജറ്റ് 7 കോടിയാണ്. 7 കോടി ചിലവാക്കിയ ഒരു ഫിലിം ഫാലിമി കേരളത്തിൽ നിന്ന് നേടിയത് 9.61 കോടി. ഓവർസീസ് ആട്ടെ 4.75, പിന്നെ അതർ സ്റ്റേറ്റ്സ് 1.35, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ 1.35 കോടി കളക്ട് ചെയ്ത ഫിലിം ടോട്ടൽ കിട്ടിയത്. അതായത് 7 കോടി മുതൽ മുടക്കി നിർമ്മിച്ച ഒരു ഫിലിം കളക്ട് ചെയ്തത് 15.71, ഇരട്ടി ആലോചിക്കണം. അപ്പം ബോക്സ് ഓഫീസിൽ അതിനെ ഹിറ്റ് എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും വിളിക്കാൻ സാധിക്കില്ല. 9ാമത്തെ ഫിലിം കാതൽ ദ കോർ. അതെല്ലാം പൊന്നാക്കിയ ഒരു വർഷമാണ് മമ്മൂക്ക ഈ വർഷം 2023. അതായത് കാതൽ ദ കോർ മമ്മൂട്ടി കമ്പനി തന്നെ, മമ്മൂക്ക തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറും. ഇതിൻ്റെ ചിലവായ തുക 9 കോടിക്ക് ചെയ്ത ഫിലിം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 10.18 കോടിയാണ്. ഓവർസീസ് 1.30, അതർ സ്റ്റേറ്റ്സ് 2.35. മമ്മൂക്കയുടെ ഫിലിം ആയതുകൊണ്ട് തന്നെ അതർ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ നല്ല വ്യൂവർഷിപ്പ് ആൾക്കാർക്ക് ഒരുപാടുണ്ടാവും. ഫാൻസായിട്ടും മമ്മൂക്കയുടെ ഫിലിം കാണുന്നവരെല്ലാം യാത്രയൊക്കെ അഭിനയിച്ചറിയാമല്ലോ. 9 കോടിക്ക് നിർമ്മിച്ച ഒരു ഫിലിം ഇതുവരെ കളക്ട് ചെയ്ത് 13.83 കോടിയാണ്. ഇനി സ്റ്റിൽ അത് തിയേറ്ററിലുണ്ട്. അതിൻ്റെ ഇനിയും കണക്ക് വിവരങ്ങളൊക്കെ ഇനിയും പതിയെ വരും. ഈ ഒരു വർഷം അവസാനത്തോടുകൂടി വരും. ഇതുവരെ ഫിലിം കളക്ട് ചെയ്ത് 13.83 കോടിയാണ്. ബോക്സ് ഓഫീസിൽ അതിനെ ഹിറ്റ് എന്നല്ലാതെ നമുക്ക് വേറൊന്നും വിളിക്കാൻ സാധിക്കില്ല. പിന്നെ മമ്മൂക്കയുടെ നൻപകൽ നേരത്ത് മയക്കം, ലിജോ ജോസ് പല്ലിശ്ശേരി ഡയറക്റ്റ് ചെയ്ത മമ്മൂക്കയുടെ ഒരു ക്ലാസിക് ഫിലിമാണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് 3.5 കോടിക്ക് ചെയ്ത ഒരു ഫിലിമാണ്. കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 5 കോടിയും, ഓവർസീസിൽ നിന്ന് 3.87 കോടിയും, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 70 ലക്ഷവും. ടോട്ടൽ 9 കോടി, 9.62 കോടിയാണ്. 3.5 കോടിക്ക് നിർമ്മിച്ച ഒരു ഫിലിം നേടിയത് മമ്മൂക്കയുടെ. 9.5 കോടി കളക്ഷൻ ചെയ്ത് അത് ഫിലിം ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ലാലേട്ടൻ്റെയാണ്. ലാലേട്ടൻ പഴയ അഭിനയിച്ച സ്പടികം 4Kയിലേക്ക് റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയിരുന്നല്ലോ, അതിനെപ്പറ്റിയാണ് പറയാനുള്ളത്. അതിൻ്റെ നിർമ്മാണ ചെലവ്, അതായത് 4Kയിലേക്ക് കൺവേർട്ട് ആകാനും റീമാസ്റ്ററിങ്ങും എല്ലാത്തിനും കൂടെ അതിന് ചിലവാക്കിയ തുക എന്ന് പറഞ്ഞാൽ 1.7 കോടി. 1.7 കോടിക്കാണ് പടത്തിന് രണ്ടാമത് റിലീസ് ചെയ്തത്. കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 3.15 കോടിയും, മറ്റ് ഓവർസീസിൽ നിന്ന് കളക്ട് ചെയ്ത് 1.34 കോടിയും, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 45 ലക്ഷമാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ പടത്തിന് 1.70 മുടക്കിയ ഒരു ഫിലിമിന് ടോട്ടൽ കിട്ടിയത് 4.94 കോടിയാണ്. ഓക്കെ, അപ്പം അത് ഹിറ്റ് എന്നല്ലാതെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അടുത്ത് ഇനി പറയാൻ പോകുന്ന 3 ഫിലിം ആവറേജ് ഹിറ്റാണ്. അത് 12ാമത്തെ ഫിലിമാണ് പ്രണയവിലാസം. ഒരു ആവറേജ് ഹിറ്റായിരുന്നു. അർജുൻ അശോകൻ നായകനായി, അനശ്വര രാജൻ, മിത ബൈജു എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച ഫിലിമാണ്. നിഖിൽ മുരളിയാണ് പടത്തിൻ്റെ ഡയറക്ടർ. 2.5 കോടിക്ക് നിർമ്മിച്ച ഒരു ഫിലിമാണ്. അത് ടോട്ടൽ ഫിലിം കളക്ട് ചെയ്തത് കേരളത്തിൽ നിന്ന് തന്നെ 2.54 കിട്ടി. ടോട്ടൽ ഫിലിം കളക്ട് ചെയ്തത് 2.80 ആണ്. ഒരു ആവറേജ് ഹിറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ മദനോത്സവം, സുരാജ് ഞാറുമൂടിൻ്റെ മദനോത്സവം. സുധീഷ് ഗോപിനാഥാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സുരാജ് ഞാറുമൂടും ബാഹുബലിനെയൊക്കെ അഭിനയിച്ച ഫിലിമാണ്. പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 4 കോടിയാണ്. ടോട്ടൽ അത് കളക്ട് ചെയ്ത് 5.46, അതായത് കേരളത്തിൽ നിന്ന് അത് 4.5 കോടി കളക്ട് ചെയ്തു. ടോട്ടൽ എല്ലാം കളക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ഓവർസീസും എല്ലാം കൂടെ കൂട്ടിയപ്പോഴത്തേക്ക് 5.46 കോടിയാണ് പടത്തിൻ്റെ ടോട്ടൽ ഗ്രോസ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഒരു ആവറേജ് ഹിറ്റായിട്ട് കണക്കാക്കാം. പിന്നെ 14ാമത്തെ നെയ്മർ, ആദർശ് കുമാരൻ അറിയാമല്ലോ, RDX, കാതൽ, നെയ്മറിൻ്റെയൊക്കെ തിരക്കഥാകൃത്താണ്. പുള്ളിയുടെ തിരക്കഥയിൽ വന്ന ഒരു ഫിലിമാണ്. ഡയറക്ടർ സുധി മാഡിസൺ ആണ് ഡയറക്ടർ. നസ്ലിനും മാത്യു തോമസും എല്ലാം കൂടെ
ജോണി ആൻ്റണിയും എല്ലാം കൂടെ ചേർന്ന് അഭിനയിച്ച ഒരു ഫിലിമാണ്. നല്ല ഗംഭീരമായ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു ഫിലിമായിരുന്നു. അതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 6 കോടിയാണ്. അത് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് 6.2 കോടിയാണ്. 6 കോടി 22 ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തു. പിന്നെ ഓവർസീസും എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ പടത്തിന് ടോട്ടൽ ഗ്രോസ് കിട്ടിയിരിക്കുന്നത് 7.37 കോടിയാണ്. ആവറേജ് ഹിറ്റായിട്ട് കണക്കാക്കാം. 15ാമത്തെ ഫിലിമാണ് 18+ൻ്റെ ഡയറക്ടർ അരുൺ ഡി ജോസ് ആണ്. നസ്ലിനും മാത്യു തോമസും. പടം സാമ്പത്തികപരമായിട്ട് എങ്ങനെയെങ്കിലും അത് കയറിപ്പോക്കോളും. ഇവർ രണ്ടിൻ്റെ ഒരു കോംബോ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ പടത്തിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 5 കോടിയാണ്. 5 കോടിക്ക് ചെയ്ത ഒരു ഫിലിം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 6 കോടിയാണ്. 6.03 കോടിയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. ടോട്ടൽ അതിൻ്റെ വേൾഡ് വൈഡ് ഗ്രോസ് നോക്കുമ്പോൾ 8 കോടിയാണ് കിട്ടിയിരിക്കുന്നത്. 8.23 കോടിയാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ ഒരു ആവറേജ് ഹിറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഈ രഞ്ജിത്ത് സിനിമ വരെയുള്ള ഒരു കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ 15 സിനിമയാണ് തിയേറ്ററിൽ ഇറങ്ങി 15 സിനിമയാണ് സാമ്പത്തികപരമായിട്ട് നേട്ടം ഉണ്ടാക്കിയത്. ആ 15 സിനിമയുടെ ഒരു ഏകദേശ കണക്കാണ്. ഏകദേശമല്ല, ഒരു 90% ശരിയായിട്ടുള്ള ഒരു കണക്കാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനിയും ലാലേട്ടൻ്റെ നേരെ ഇറങ്ങാനുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ച് മെച്ചമുണ്ടെന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ അടുത്ത വർഷം അതിലും കൂടുതൽ നല്ല ഫിലിംസ് ഇറങ്ങട്ടെ. ഒരുപാട് ആൾക്കാർ വ്യൂവർഷിപ്പ് കൂടുന്നുണ്ട്, തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നുണ്ട്, ആളുകൾ പതിയെ തിയേറ്ററിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം മലയാള സിനിമയ്ക്ക് നല്ലൊരു വർഷം 2024 ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.